എന്താ എന്താണോ എന്തായാലും കിടന്ന് ബഹളം വെക്കുന്നേ? എന്ത് പറ്റി? എന്താ എന്താണോ ആരായി മുറിയുടെ പൂട്ട് പൊളിച്ചത്? പൂട്ട് പൊളിച്ചെന്നോ? എന്ത് പൂട്ട്? അപ്പൊ സാറായിരിക്കും. സാറവിടെ? സാറ് പുറത്തു പോയിരിക്കുക. എന്താ വെച്ച കാര്യം പറ. പറയാനൊന്നുമില്ല. അനുഭവിച്ചോ? വരുന്ന എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ? എന്താ എന്താന്നോ അന്നേ ഞാൻ സാറിനോട് പറഞ്ഞതാ ഈ മുറി തുറക്കരുതെന്ന്. കാലങ്ങളായി അടച്ചിട്ടിരുന്ന ഒരു വളയാ തുറന്നു വിട്ടിരിക്കുന്നത്. അവൾ വരും. അതിനു മുമ്പ് അവളെ തടയണം. അതിനുള്ള വഴികൾ ആലോചിച്ചു. അല്ലെങ്കിൽ വരാനുള്ളത് നേരിടാൻ തയ്യാറായിക്കോ. ഒരു കാര്യം ഉറപ്പാ, അവൾ വന്ന അത് ഈ വീടിനാപത്താ. തുറക്കരുത്. അനുഭവിക്കും, എല്ലാവരും അനുഭവിക്കും. നീ ഇങ്ങനെ ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. ഈ വെക്കേഷൻ നീ എന്റെ വീട്ടിൽ ചെലവഴിക്കാൻ പോകുന്നു. നിന്റെ അച്ഛനെ കാണാൻ പോവാന്ന് നീ ഒരു തവണ പറഞ്ഞു നോക്കിയതാ. ഇനി അത് തന്നെ പറഞ്ഞാ നിന്റെ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞേ പറ്റൂ. എന്നാലും അമ്മയോട് നുണ പറഞ്ഞു പോവാന്ന് വെച്ചാ, അതും ഇത്ര ദൂരേക്ക്. ഒന്നെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഒരിക്കൽ നീ പറയും എങ്ങനെയെങ്കിലും നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്ന്, പിന്നെ പറയും അമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന്. ദാ ഇനി നീ എന്താന്ന് വെച്ചാ തീരുമാനിക്ക. നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി നമ്മൾ ചെറിയൊരു നാടകം കളിക്കുന്നു. വലിയൊരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ചെറിയൊരു നുണ. അതിലൊരു തെറ്റുമില്ല. അങ്ങനെ നിന്റെ ഇത്രയും കാലത്തെ ആഗ്രഹം നടക്കാൻ പോകുന്നു. അമ്മയിട്ടിത് അറിയാനും പോകുന്നില്ല. ഇതെങ്ങാനും അമ്മ അറിഞ്ഞ, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയാ. അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ അച്ഛനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അതിന് കഴിയുമെന്നേ വിചാരിക്കണ്ട. എത്ര കാലം നിന്റെ അച്ഛ അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എനിക്കെന്തോ പേടി തോന്നാ. നമുക്ക് വേറെ വഴി എന്തെങ്കിലും? വേറെ വഴിയൊന്നുമില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നേ. എനിക്കിപ്പോ അറിയണം, നിനക്ക് നിന്റെ അച്ഛനെ കാണണോ അതോ? വേണം, എനിക്കെന്റെ അച്ഛനെ കാണണം. എന്നാ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ മതി. വാ, നടക്ക്. വാ. നീ ചെന്ന ഫോൺ എടുത്തേ. ഹലോ. ഇല്ല, ഞാൻ എന്തായാലും ഇല്ല.
എല്ലാരും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആരാ വിളിച്ചത്? ദിയയായിരുന്നു. എന്താ കാര്യം? വെക്കേഷനായിട്ട് കവിതയും ജാൻസിയും ഒക്കെ ദിയയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ചെല്ലുന്നുണ്ടോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ മോൾ അവരോട് വരുന്നില്ലെന്ന് പറഞ്ഞത്? വെക്കേഷനൊക്കെ അല്ലേ, മോളും അവരോടൊപ്പം പൊയ്ക്കോളൂ. ചെല്ല്, വരുന്നുണ്ടെന്ന് വിളിച്ചു പറ. നാദിര, അതെ, ഞാൻ രവിശങ്കർ. ആ എനിക്കറിയാം, ഞാൻ ഫിലിംസ് കണ്ടിട്ടുണ്ട്. കാര്യങ്ങൾ നേരെ അങ്ങ് പറയാം. ഞാൻ നാദിരയുടെ ഗസൽ പ്രോഗ്രാം ടി വിയിൽ കണ്ടു. ഇറ്റ് വാസ് മാർവലസ്. ഇത്രയും ജെന്യൂനായ ശബ്ദം ഞാൻ അടുത്തടുത്ത് കേട്ടില്ല കേട്ടോ. താങ്ക് യു സർ. ജെഡി, ജെഡി, വാട്ട് എ സർപ്രൈസ് മാൻ. ഹേയ് രവി, അത് കൊള്ളാം. താനിവിടെ? ഞാനിവിടാണ്. മൈ ഹൗസ്, മൈ വൈഫ്. വാട്ട് എ കോയിൻസിഡൻസ്. എ പക്ക ഫിലിമി സിറ്റുവേഷൻ. എക്സാക്ട്ലി. രവി മുമ്പ് എന്റെ സെന്റ് ഓഫ് ബ്ലഡ് സിനിമയാക്കി ഒരു ശ്രമം നടത്തിയതാ. അന്ന് നമ്മൾ കസോളിയില് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ എന്ന വ്യാജാന കുറെ കാശ് പൊട്ടിച്ചതാ. അതെ. രവി ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഒരു കുക്ക്, സാമ്പാർ, അമ്പി. ആ, നമ്മുടെ അമ്പി. അവനെ പിന്നെ ഞാൻ ഇവിടെ കണ്ടു, ഏതോ ഇന്ത്യ സിനിമയുടെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട്. ഓ, അത് ശരി. സോ വാട്ട് ബ്രിങ്സ് യു ഹിയർ, എന്റെ ഈ സ്വസ്ഥമായ ഒളിത്താവളത്തിൽ? തന്റെ ഭാര്യ, വോയിസ്. സിറ്റ്. ഞാൻ ഒരു മൾട്ടിപ്ലക്സ് സിനിമ പ്ലാൻ ചെയ്യാണ്, ഇൻ ഹിന്ദി ആൻഡ് മലയാളം. മ്യൂസിക്കൽ സബ്ജക്റ്റ്. 2 ഗായിക സഹോദരിമാരുടെ ലൈഫാണ് സംഭവം. ലത ആശ ഇൻസ്പയർഡ്. ആ, ലൂസ്ലി. അപ്പോൾ അതിൽ അരിജിത്ത് വോയിസിന് മാച്ച് ചെയ്യുന്ന ശബ്ദം തേടി നടക്കുമ്പോൾ ഐ ചാൻസ്ഡ് അപ്പോൺ ഹർ ആൻഡ് ഷീ ഫിറ്റ്സ് എ ബിൽ. ഹിന്ദി പ്രേക്ഷകർക്ക് അനുരാധ പൊതുവാൾ നിന്നൊരു മോചനം. അതെ അതെ. തൻ്റെ ഭാര്യയെ എൻ്റെ സിനിമയിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത്. അതൊരു വമ്പൻ ന്യൂസ് ആണല്ലോ. ബോംബെയിൽ വെച്ചാണ് റെക്കോർഡിങ്. അമിത് ചൗധരിയാണ് മ്യൂസിക്. അടുത്ത മാസം ആദ്യം വേണ്ടി വരും. എന്തു പറയുന്നു? എന്ത് പറയാൻ, രവിയുടെ പടം, അമിത് ഷാവിന്റെ സംഗീതം, ഒരു പുതിയ സ്വരസാന്നിധ്യം. ഇറ്റ്സ് എ ഗുഡ് കമ്പൈൻ. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്യട്ടെ? ഞാൻ സിനിമയിൽ പാടുക എന്റെ ആഗ്രഹമല്ലെന്ന് ജെഡിക്ക് നന്നായിട്ടറിയാം. പിന്നെയും ജെഡി എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്നും പരസ്പരം വളരെ ഫ്രാങ്കായിരുന്നു. അതുകൊണ്ട് ജെഡി എന്നോടൊരു സത്യം പറയണം. ഞാൻ അകന്ന് നിൽക്കണമെന്ന് ജെഡി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചിരി അല്ല എനിക്കുള്ള ഉത്തരം.
വ്യക്തമായിട്ട് പറയൂ. ജെഡി എന്നോട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകാൻ പറയുന്നു, എന്നിട്ട് സ്വയം മാറി നിൽക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിന്റെ പൂർണ്ണമായ സമ്മതം ശരിക്കുമുള്ള ആഗ്രഹം അതുണ്ടെങ്കിൽ മാത്രം നീ പോയാൽ മതി. ഞാൻ ഒന്നിനും നിർബന്ധിച്ചില്ല. മാത്രമല്ല, നീ എപ്പോഴും അരികിലുണ്ടാവണം എന്നെൻ്റെ ആഗ്രഹം നിന്നിലെ ആർട്ടിസ്റ്റിനെ നശിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. സിനിമയിൽ പാടുക ഒരു ഹൈ പോയിന്റ് ഒന്നുമല്ല, പക്ഷേ നിന്റെ കഴിവുകളെ, പ്രതിഭയെ, ഒരു സാധാരണ പാട്ടുകാരിൽ കാണാത്ത ബ്രില്യൻസിനെ ഒരു വലിയ പ്രേക്ഷക സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് പെട്ടെന്ന് കഴിയും. നത്തിങ് സക്സീഡ്സ് ലൈക്ക് സക്സസ്. എനിക്കൊരു വിജയത്തിന്റെ ലഹരി ആവശ്യമാണിപ്പോൾ. അത് നിന്നിലൂടെ അല്ലാതെ. രണ്ടാമത്തെ നോവൽ പരാജയപ്പെട്ടപ്പോൾ എ വൺ ബുക്ക് വണ്ടർ എന്ന് നിരൂപകർ എന്നെ എഴുതിത്തള്ളി. ഞാൻ ഇനി എഴുതാൻ പോകുന്ന പുസ്തകത്തിലൂടെ എനിക്കവരുടെ കണ്ടെത്തൽ പൊളിച്ചെഴുതണം. അതിനെനിക്കൊരു ഉന്മാദത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. നിന്റെ വിജയങ്ങളുടെ ലഹരി എനിക്ക് കൂടി പകർന്നു തരാൻ, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജമാവാൻ. ആരാധകരുടെ ഒരു വലയം നിനക്ക് ചുറ്റും ഉണ്ടാവുമ്പോൾ ഇറ്റ് ഗീവ്സ് മീ ഹൈ. ഐ എം സോറി ജെഡി. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മുടെ ബന്ധത്തിനിടയിൽ ഒരു അകലം വന്നതുപോലെ. ഇപ്പൊ എല്ലാം മാറി. ഞാൻ പോകാം. ഇപ്പൊ എനിക്കൊരു ആത്മവിശ്വാസം അല്ല, അത് ജെഡിയിലുള്ള വിശ്വാസമാ. എന്റെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടായതുപോലെ. ഈശ്വരൻ അനുഗ്രഹിച്ചെന്ന കഴിവുകൾ വേണ്ടെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല നാദിറ. ഇപ്പൊ തന്നെ രവി വന്നത് ഒരു നിമിത്തമാണ്. അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പഴയ സുഹൃത്ത്. ഒരു കർമ്മബന്ധത്തിന്റെ സുഖമുണ്ട് ആ പ്രോജക്റ്റിന്. അതെന്താ? ഒരിക്കല് ഗീത എന്നോട് ചോദിച്ചു, നിങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ സന്തോഷം കൊടുത്തിട്ടുണ്ടോന്ന്. ഒടുവിൽ കണക്കെടുക്കുമ്പോൾ അതിനുത്തരം എന്നോണം ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാളെങ്കിലും വേണം.